നമ്മെ പിരിഞ്ഞു പോയവരെ, പൊഴിഞ്ഞു പോയവരെ വൃക്ഷങ്ങളായി ഓർമ്മിക്കുന്ന ഒരാൾ നമുക്കൊപ്പം മരങ്ങൾ നട്ടുവളർത്തി ജീവിക്കുന്നു. ഡോക്ടർ KV ബാലകൃഷ്ണൻ. കാലിക്കറ്റ് സർവകലാശാലയിലെ രസതന്ത്ര വിഭാഗത്തിൽ സയന്റിഫിക് ഓഫീസറായിട്ടായിരുന്നു ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം. ഞാനിവിടെ വരുന്നത് 1980 1980 ഡിസംബറിലാണ്. ടെക്നിക്കൽ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ വരുന്നത്. അന്ന് സർവകലാശാലയുടെ പ്രാന്തപ്രദേശങ്ങൾ വൃക്ഷലതാദികൾ ഒഴിഞ്ഞ ഒരു തരിശു ഭൂമിയായിരുന്നു. വേനലിന്റെ അസഹ്യമായ ചൂടിനെ ചെറുക്കുന്നതിനായി സഹപ്രവർത്തകരോടൊപ്പം ഡോക്ടർ ബാലകൃഷ്ണനും വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുകയുണ്ടായി. ഇന്ന് പടർന്ന് പന്തലിച്ച് തണൽ വിരിച്ചു നിൽക്കുന്ന ഈ മരം 48 വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ ബാലകൃഷ്ണൻ നട്ടുവളർത്തിയതാണ്. വൃക്ഷങ്ങളും കിളികളും ചേർന്നൊരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുമ്പോഴും ഡോക്ടർ ബാലകൃഷ്ണൻ ഔദ്യോഗിക ജീവിതത്തിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. ഞാൻ ശരിക്കും ബാലേട്ടൻ ഒരു അത്ഭുതമായിട്ടാണ് കാണുന്നത്. ഞാൻ 2005 ഇവിടുന്ന് വരുന്ന സമയത്ത് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ചാർജാണ് എനിക്ക് തരുന്നത്. കുട്ടികൾക്ക് എന്താണ് വേണ്ടത് എന്ന് നോക്കി അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും വാസ്തവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. ബാലകൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ ആ കെമിസ്ട്രി ലാബിൽ ഒരുപാട് നൂതന പരീക്ഷണങ്ങൾ നടത്തുകയും ആ പരീക്ഷണങ്ങളെല്ലാം കുട്ടികളെ പഠിപ്പിക്കുകയും അത് കുട്ടികൾ പഠിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വരികയും ചെയ്യുന്ന ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ശരിക്കും ഞാൻ ഈ ഹരിത രസതന്ത്രം എന്ന് പറഞ്ഞ ശാസ്ത്രശാഖയുടെ സ്പെഷ്യലൈസ്ഡ് അധ്യാപകർ ഇവിടെ ഉണ്ട്. അവരൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രകൃതിയോട് സ്നേഹമുള്ള കെമിസ്ട്രിക്കാരൻ ആദ്യം ചെയ്യേണ്ടത് കെമിക്കൽസിൻ്റെ അളവുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ ബാലകൃഷ്ണൻ നമ്മുടെ കെമിസ്ട്രി ലാബിൽ കുട്ടികൾക്ക് ഓരോ കെമിക്കൽസും കൊടുക്കുന്നത് ഞാൻ അത്ഭുതത്തോടുകൂടി കണ്ടിട്ടുണ്ട്. ഗ്രീൻ കെമിസ്ട്രിയുടെ യഥാർത്ഥ പ്രയോക്താവ് ബാലകൃഷ്ണനായിട്ടാണ് ഞാൻ അന്ന് മുതൽ കാണുന്നത്. ഗ്രീൻ കെമിസ്ട്രി എന്ന വിഖ്യാതമായ രസതന്ത്ര ശാഖ നമുക്ക് സുപരിചിതമാകുന്നതിന് മുൻപ് അനുബന്ധമായ ചില പരീക്ഷണങ്ങൾ പരിമിത ലാബ് സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഡോക്ടർ ബാലകൃഷ്ണൻ നടത്തിയിരുന്നു. ഭൂമിക്കു പച്ചപ്പുതപ്പീകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. ശാസ്ത്രത്തിന്റെ സ്വാധീനത്താൽ ആധുനിക ജീവിതത്തെ ആഘോഷങ്ങളിലൂടെ, സാഹിത്യ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യനെ പ്രകൃതിയുമായി അടുപ്പിക്കുന്നു. ഹരിത രസതന്ത്രം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രസതന്ത്രത്തെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ എങ്ങനെ വികസിപ്പിച്ചെടുക്കാമെന്നുള്ള ഒരു മേഖലയാണത്. അത് ആഗോളതലത്തിൽ തന്നെ ഇന്ന് ശ്രദ്ധയാർജിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് ഇതിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. ഞാനൊരു 2005 അവസാനത്തിലാണ് കാലിക്കറ്റ് സർവകലാശാല രസതന്ത്ര വിഭാഗത്തിൽ ജോയിൻ ചെയ്തത്. അന്ന് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ പരിചയപ്പെട്ട എനിക്ക് വളരെ ഇമ്പ്രസീവായി തോന്നിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ ബാലകൃഷ്ണൻ. അന്ന് ഡോക്ടർ ബാലകൃഷ്ണൻ ഇവിടെ ഒരു സയൻറ്റിഫിക് ഓഫീസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ രസതന്ത്ര ലബോറട്ടറീസ് എങ്ങനെയാണ് കെമിക്കൽസിൻ്റെ ഉപയോഗം കുറച്ച് വരിക, പ്രത്യേകിച്ച് മൈക്രോ ലാബുകൾ, മൈക്രോ ടെസ്റ്റുകൾ അത്തരത്തിലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുവാനും കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ ബാലേട്ടൻ, ഞങ്ങൾ അങ്ങനെയാണ് ബാലേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഈ ബാലേട്ടനെ പ്രത്യേകത എന്തായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ശരിക്കും പ്രകൃതിയോട് ഇടചേർന്ന ഒരു ജീവിതമായിരുന്നു പുള്ളിയുടെ. അപ്പം അദ്ദേഹം വളരെയധികം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ബാലേട്ടൻ്റെ ഒരു പ്രത്യേകതയാണത്. കാരണം
ഈ ഒരു മരം വെച്ച് പിടിപ്പിക്കുന്ന ഒരാൾ അത് ഈ വെച്ച് പിടിപ്പിക്കുന്ന ആൾക്ക് വേണ്ടിയല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു സേവനമാണ്. തണൽ തേടിയെത്തിയ കിളികളാണ് അദ്ദേഹത്തെ ഫലവൃക്ഷങ്ങൾ നടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയാക്കിയത്. മാവ്, പ്ലാവ്, ഞാവൽ തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ നട്ടുവളർത്തിയത് ആ ലക്ഷ്യത്തോടെയായിരുന്നു. അക്കൂട്ടത്തിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ സുഹൃത്തുക്കളുടെ വേർപാടിൽ മനം നൊന്ത് നട്ട ഓർമ്മ മരങ്ങളുമുണ്ട്. കണ്ണൂരിലെ കീഴറ എന്ന പ്രദേശത്തു നിന്നുള്ള ഡോക്ടർ ശിവരാജൻ്റെ ഓർമ്മ നിലനിർത്താനായി ബാലേട്ടൻ കൊണ്ടുവന്ന് ഈ ക്യാമ്പസിലെ യൂണിവേഴ്സിറ്റി പാർക്കിൽ നട്ടുപിടിപ്പിച്ച മാവിനമാണിത്. അദ്ദേഹം മാവ് വാങ്ങിക്കൊണ്ടുവന്ന് നടുന്ന രീതിയല്ല, അദ്ദേഹം മുളപ്പിച്ച് തൈയാക്കി അതിനെ വളർത്തി ആണ് ഇവിടെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം ലാബിൽ ഇരുന്നിട്ടൊക്കെ തൈകൾ മുളപ്പിക്കുകയും അതിന് മാങ്ങയുടെ രുചി അറിഞ്ഞുകൊണ്ട് തൈ വെച്ച് പിടിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ പലപ്പോഴും ബാലകൃഷ്ണനെ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഓരോ തൈ നടുമ്പോഴും വേനലിന്റെ കൊടും ചൂടേറ്റ് കരിഞ്ഞു പോകരുതെന്ന് അദ്ദേഹം തൈകളോട് പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പിന്നെ തൈകൾ നനച്ചില്ലേലും ഉണങ്ങിക്കരിഞ്ഞു പോകില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം, അല്ല അനുഭവം. ഇതുപോലൊരു വ്യക്തികളെ നമുക്ക് കാണുക പ്രയാസമാണ്. ചെടികളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കാണാം, ചിലപ്പം തന്നെ ഇങ്ങനെ സംസാരിക്കും ചെടികളെടുത്ത്. അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ പോയി പരിചയപ്പെടുന്നത്. ഞാൻ പ്രിയ, സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആണ്. മുന്നേ ഞാൻ കേട്ടിരുന്നു സാറിനെ പറ്റി. ഈ ചെടികളോട് എത്ര ഇഷ്ടമുള്ള ഒരാളാണ്, യൂണിവേഴ്സിറ്റിയിൽ നിറയെ ഒരുപാട് മാവുകളും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഞാനും അതേ ചെറുതായിട്ട് ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ബാലേട്ടനെ കുറിച്ച് കേട്ടപ്പം കാണാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരിക്കലും ഇങ്ങനെ ചെടികളെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാറിനെ ഇങ്ങനെ പോയി പരിചയപ്പെടുന്നത്. അപ്പം അങ്ങനെ പരിചയപ്പെട്ടു. സാർ എനിക്ക് 2-3 മാവിൻ്റെ തൈകളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും താല്പര്യമുള്ള ആർക്കും സാർ എത്തിച്ചു കൊടുക്കുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അതായത് സാറിന് പറ്റുന്നത് പോലെ സാറ് അത് ലെയർ ചെയ്തിട്ടും അല്ലാതെ തൈകളായിട്ടും ബഡായിട്ടും ഒക്കെ ഉള്ള തൈകൾ സാർ എത്തിച്ചു കൊടുക്കുന്നു. അതിൽ ഒരു ലാഭവും ഞാൻ എന്താ സാർ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെ ചോദിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം എന്താണെന്ന് വെച്ചാൽ സാർ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിൽ ഒരു മാങ്ങ ഉണ്ടായി കാണാൻ, അതാണ് സാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുമായി അടുക്കാൻ തുടങ്ങിയപ്പോൾ സാത്വിക ബോധം അദ്ദേഹത്തിൽ താനെ വളരാൻ തുടങ്ങി. ഔദ്യോഗിക പദവികൾ നൽകുന്ന അലങ്കാര നാമങ്ങളോട് ആദരവും താല്പര്യവുമില്ലാതായി. സഹവർത്തികളായ അധ്യാപകരോ വിദ്യാർത്ഥികളോ സർ എന്ന് അഭിസംബോധന ചെയ്താൽ അസ്വസ്ഥനായ അദ്ദേഹം അവരെ തിരുത്തിക്കൊണ്ട് ബാലൻ എന്ന് വിളിച്ചാൽ മതിയെന്ന് പറയുമായിരുന്നു. ഇവിടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാൾ ഇപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഇത്രയും മരങ്ങളും ചെടികളും സംരക്ഷിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സീനിയർ സയൻറ്റിഫിക് ഓഫീസറോ മറ്റോ ആയി റിട്ടയർ ചെയ്ത ആളാണെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയോടും പ്രകൃതിയോടുള്ള ഡെഡിക്കേഷൻ നമുക്ക് ഏവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ലളിതമായ ജീവിതശൈലിയാലും സൗഹൃദത്താലും ഡോക്ടർ ബാലകൃഷ്ണൻ സഹചാരികൾക്കിടയിൽ ബാലേട്ടനായി താനെ പരിണമിച്ചു. മാവിൻ തൈകൾ വളരുന്നതിനൊപ്പം പരീക്ഷണ തൽപരനായ ബാലേട്ടൻ ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ് എന്നിവയിലൂടെ സങ്കരയിനം മാവിൻ തൈകളെ ഉൽപ്പാദിപ്പിച്ചു. ക്യാമ്പസിന്റെ വിവിധ ഇടങ്ങളിലായി 15 വ്യത്യസ്തങ്ങളായ ഇനം തൈകൾ നട്ടുവളർത്തി. ഉന്നത ഗുണവും വിളവുമുള്ള തൈകളുടെ മാമ്പഴക്കാലത്തിന്റെ മധുരമാർന്ന ഓർമ്മ ആസ്വദിച്ചു കഴിയുമ്പോഴാണ് ബാലേട്ടനെ
ആശങ്കകളുടെ പുഴുക്കുത്തുകൾ അസ്വസ്ഥമാക്കിയത്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് ക്യാമ്പസ് വിട്ടു പോകുന്നതോടെ രാപ്പകൽ പരിപാലിച്ചുണ്ടാക്കിയ മാവുകളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചായിരുന്നു ചിന്ത. വേണ്ടത്ര പരിരക്ഷയില്ലാതെ അന്യാധീനപ്പെട്ടു പോകുമോ എന്നതായിരുന്നു ഉത്കണ്ഠ. പരിഹാരം തേടാൻ ശ്രമിച്ചെങ്കിലും ഫലവത്തായില്ല. ജോലിയിൽ നിന്ന് വിരമിച്ച് നാട്ടിലേക്ക് മടങ്ങാതെ നാളിതുവരെ സൗഹൃദത്തോടെ കഴിഞ്ഞുകൂടിയ മാങ്കൂട്ടത്തോടൊപ്പം വിശ്രമജീവിതം കഴിക്കുവാനായി തീരുമാനം. നാട്ടിലുണ്ടായിരുന്ന തറവാട് വീട് സഹോദരിക്ക് വിട്ടുകൊടുത്തിട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനടുത്തുള്ള വാടക വീട്ടിൽ പഴയ പോലെ മാങ്കൂട്ടത്തോടൊപ്പം സ്വസ്ഥ ജീവിതം കഴിക്കുന്നു. പകലിലെ ശബ്ദായമാനമായ അന്തരീക്ഷം ഒടുങ്ങി. ക്യാമ്പസ് രാത്രിയുടെ നിശബ്ദതയിൽ ആണ്ടുകിടക്കുമ്പോഴാണ് ബാലേട്ടൻ നിത്യവും മാങ്കൂട്ടത്തിന്റെ പരിചരണത്തിനായി എത്തുക. അകലെ വാടക വീട്ടിൽ നിന്നും നീണ്ട നടപ്പാതയിലൂടെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ കാട്ടുപൊന്തകളും കള്ളിമുൾ ചെടികളും താണ്ടിയാണ് വരവ്. മ്യൂസിയത്തിന്റെ മുൻപിലൂടെ കടന്നുപോകെ അരികിൽ നിരയിട്ട് നിൽക്കുന്ന മാങ്കൂട്ടത്തിലേക്ക് ടോർച്ചടിച്ച് പതിവായി ചേക്കേറുന്ന ആ പക്ഷി ഇരിപ്പുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ഇലച്ചാർത്തിന്റെ മറവ് പറ്റി പക്ഷി ഉറങ്ങുന്നത് കണ്ടാലേ സമാധാനമാകൂ. ബാലേട്ടൻ വരുന്നതും കാത്ത് മാങ്കൂട്ടത്തിൽ വേറെയും ചിലരുണ്ട്. തോളിൽ സഞ്ചി തൂക്കി ടോർച്ചിന്റെ വെളിച്ചത്തിൽ വരുന്ന ആ നിഴൽ രൂപത്തെ തിരിച്ചറിഞ്ഞ് അവർ വാലിളക്കി സ്നേഹത്തോടെ ബാലേട്ടനെ പിന്തുടരും. ക്യാമ്പസിൽ വിശന്നലയുന്ന നായകൾക്കായി തോൾ സഞ്ചിയിൽ കരുതിയിരിക്കുന്ന തീറ്റ കൊടുത്ത് അവയോടൊപ്പം സൗഹൃദത്തോടെ കുറച്ചുനേരം ചെലവിടും. നായ്ക്കളെ കാവൽ നിർത്തിയിട്ടാണ് ആളൊഴിഞ്ഞ ക്യാമ്പസിന്റെ ഇരുൾ മൂടിയ കോണുകളിൽ നിൽക്കുന്ന തൈകൾ നനയ്ക്കുന്നതും വളം ഇടുന്നതുമൊക്കെ. പുതിയ നാമ്പുകൾ കിളിർക്കുന്നോ എന്ന ജിജ്ഞാസയോടെ ടോർച്ചടിച്ചു നിരീക്ഷിക്കും. ഇലതീനി പുഴുക്കളെ പ്രതിരോധിക്കുന്നതിനും പ്രാണികൾ കൂമ്പ് തിന്നാതിരിക്കുന്നതിനും കീടനാശിനികൾ ഇടയ്ക്ക് പ്രയോഗിക്കുന്നു. തൈകൾ ഒരു പ്രായമെത്തും വരെ വേനലിന്റെ ചൂടേറ്റ് ഉണങ്ങാതിരിക്കുന്നതിനും നാൽക്കാലികൾ തിന്നാതിരിക്കുന്നതിനും ചുറ്റിലും കമ്പുകൾ കൊണ്ട് കൂട പോലെ രക്ഷാകവചം തീർക്കണം. തൈകളുടെ കട ഈർപ്പമില്ലാതെ വരണ്ടുണങ്ങാതിരിക്കുന്നതിനും ജലത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനുമായി പച്ചില കൊണ്ട് മൂടും. ഇത്തരം പരിചരണങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി വളരെ വൈകിട്ടാണ് ബാലേട്ടൻ ഉറങ്ങുന്നതിനായി മടങ്ങുക. മാങ്കൂട്ടത്തിലേക്ക് വരാതെ തൈകളെ തൊട്ടു തലോടാതെ ബാലേട്ടന് ഒരു രാത്രി പോലും സ്വസ്ഥമായി ഉറങ്ങാനാകില്ല. അതീവ ശ്രദ്ധയോടെ പരിചരിക്കുന്നതിനാൽ തൈകൾക്ക് അപൂർവമായിട്ടേ രോഗങ്ങൾ പിടിപെടാറുള്ളൂ. ഒരിക്കൽ സ്റ്റുഡൻസ് ട്രാപ്പിന് മുൻപിലെ തൈകളുടെ കൂമ്പ് വെട്ടുന്നതായി പരിചരണത്തിനിടയിൽ കണ്ടെത്തി. ഉടനെ മരുന്നു തെളിച്ചെങ്കിലും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. തൈകൾക്ക് സാംക്രമിക രോഗമോ മറ്റോ ബാധിച്ചോ എന്ന ഉത്കണ്ഠയിൽ ബാലേട്ടന് ഉറക്കമില്ലാതായി. ഇന്റർനെറ്റിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും ലഭ്യമായ മരുന്നുകളെല്ലാം ഉപയോഗിച്ചെങ്കിലും ഫലപ്രാപ്തി ഉണ്ടായില്ല. വർദ്ധിച്ചു വരുന്ന രോഗത്തിന്റെ ആശങ്കയിൽപ്പെട്ടുഴലുമ്പോഴാണ് ആകസ്മികമായി ആ കാഴ്ച കാണാനിടയായത്. തണലണഞ്ഞെത്തുന്ന ലവ് ബേഡ്സിലെ ആൺകിളിയാണ് കൂമ്പ് കിള്ളുന്നത്. അടുത്തു ചെന്ന് രണ്ടിന്റെയും ചെവിക്ക് പിടിച്ച് ശാസിക്കണമെന്ന് തോന്നിയെങ്കിലും ഭാവി ഭവിഷ്യത്തുകളോർത്ത് അതിന് മുതിർന്നില്ല. കോപമടക്കി സംയമനത്തോടെ ആലോചിച്ചൊരു പോംവഴി കണ്ടെത്തി. കിളികളെ, നിങ്ങൾ തളിരിലെന്നുള്ളരുത്. മുൻ കെമിസ്ട്രി വകുപ്പ് മേധാവി ഡോക്ടർ തങ്കരാജൻ റിട്ടയർ ചെയ്യുമ്പോൾ കെമിസ്ട്രി കെട്ടിടത്തിന് മുൻപിൽ നട്ട ആ മരം വികസനത്തിനു വേണ്ടി വെട്ടിമാറ്റേണ്ടതായി വരുമെന്നൊരവസ്ഥ സംജാതമായപ്പോൾ അതൊഴിവാക്കുന്നതിനായി ബാലേട്ടൻ ഒരു ബോർഡ് എഴുതി തൂക്കി. ഓർമ്മകൾ നശിക്കുന്നിടത്ത് ചരിത്ര സ്മാരകങ്ങൾ
വെറും കല്ലും മണ്ണും മാത്രമെന്നത് അധികൃതർക്കിടയിൽ ചർച്ചയായി. ഒടുവിൽ മരം മുറിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചു. മരങ്ങളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ബാലേട്ടൻ തനിച്ചു നടത്തുന്ന ഇത്തരം നിശബ്ദ പ്രതിഷേധങ്ങളിലൂടെയാണ് മരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്. ബാലേട്ടൻ സഹജീവികളോട് കാണിക്കുന്ന കരുതൽ കാണുമ്പോൾ വിസ്മയത്തോടെ നമ്മൾ ചോദിച്ചേക്കാം, എത്ര ഭ്രാന്തമായൊരു ജീവിതമെന്ന്. യഥാർത്ഥത്തിൽ സ്നേഹത്തിന് അതിർത്തിരിച്ച് പ്രകൃതിയെ മതിൽക്കെട്ടുകൾക്കുള്ളിലൊതുക്കി സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആധുനിക മനുഷ്യരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മളല്ലേ മനോവൈകല്യമുള്ളവർ? അശാസ്ത്രീയമായ ഇടപെടലിലൂടെ മനുഷ്യൻ ഭൂമിയെ ദുരന്തവേദിയാക്കി മാറ്റിയിരിക്കുന്നു. സന്തുലിതാവസ്ഥ നഷ്ടമായി ഭൂമി തകിടം മറിയുമ്പോൾ പ്രകൃതി ക്ഷോഭിച്ചുവെന്ന കുറ്റപ്പെടുത്തലിലൂടെ നമ്മൾ ഒഴിഞ്ഞുമാറും. യന്ത്രങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന ആധുനിക മനുഷ്യൻ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ പ്രതിരോധിക്കുന്നതിന് പ്രകൃത്യാലുള്ള മാർഗങ്ങളെ അവലംബിക്കുന്നതേയില്ല. സമീപകാലത്ത് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ മനുഷ്യരുൾപ്പെടെ ആയിരങ്ങൾ പൊലിഞ്ഞപ്പോഴും കടപുഴകാതെ നിന്ന ആൽമരം ജനശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. ഈ മരത്തിൽ തട്ടിയാണ് വെള്ളവും മണ്ണും മരങ്ങളും വഴിമാറിയൊഴുകിയത്. മലമുകളിൽ നിന്നും ആയത്തിൽ അലച്ചു വന്ന കൂറ്റൻ പാറകൾ ഈ ആലിൻ ചുവട്ടിൽ വന്ന് ചെളിയിൽ പുതഞ്ഞ് ഗതി നഷ്ടമായി കിടക്കുകയായിരുന്നു. കാറ്റിലും കനത്ത പേമാരിയിലും അചഞ്ചലനായി ശ്മശാന ഭൂമിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ മരം നമ്മെ ഒരു പാഠം ഓർമ്മിപ്പിക്കുന്നു. ഭൂമിയുടെ ആഴത്തിലേക്ക് പായുന്ന വൻമരങ്ങളുടെ വേരുകൾക്ക് മണ്ണിനെ വല പോലെ തടഞ്ഞു നിർത്തി മണ്ണൊലിപ്പ് തടയാനാകുമെന്ന്. ഈ മരത്തിന്റെ ശാഖയിൽ വടം കെട്ടിയാണ് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനം നടത്തിയത്. സൈന്യം താൽക്കാലികമായി പാലം പണിയുന്നതിനും ഈ ആലിനെ തന്നെയാണ് ആശ്രയിച്ചത്. പ്രകൃതിയുടെ കരുത്തിനെ, കാരുണ്യത്തെ ബോധിപ്പിക്കുന്ന ഈ ആൽമരം മറ്റൊരു ബോധിവൃക്ഷമാണ്. ഭൂമിയുടെ നിലനിൽപ്പിന് മരങ്ങൾ ആവശ്യമാണ്. വെള്ളം, ഭൂമിയും മരങ്ങളും മനുഷ്യനെ പോലെയുള്ള ജീവജാലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മരങ്ങൾ കൂടുമ്പോൾ ഈ ഭൂമിയുടെ ആയുസ് കൂടുകയ്യ. കാരണം അത് കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്രീൻ ഗ്യാസ് അബ്സോർബ് ചെയ്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഒരു ജീവജാലമാണ് വൃക്ഷം എന്ന് പറയുന്നത്. അതേസമയത്ത് മനുഷ്യനെ പോലെയുള്ളവരെന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇൻഹെയിൽ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടും. അതായത് ഗ്രീൻ ഗ്യാസ് പുറത്തു വിടുന്നതാണ്. അതുകൊണ്ട് പോപ്പുലേഷൻ ഇൻക്രീമെൻ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ ടെമ്പറേച്ചർ കൂട്ടും. അന്നേരം നേരെ എതിരായിട്ടുള്ള എഫക്റ്റാണ് വൃക്ഷങ്ങളും ജീവജാലങ്ങളും തമ്മിൽ. പിന്നെ ഈ വെള്ളപ്പൊക്കം അതുപോലെയുള്ള വെള്ളം, മലേൻ്റെ നിലനിൽപ്പും അതുപോലും വൃക്ഷങ്ങളാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത്. അതിൻ്റെ വേര് ജാലങ്ങൾ മണ്ണിനെ പിടിച്ചു നിർത്തും. അന്നേരം വൃക്ഷങ്ങൾ മുറിച്ച് പോകുമ്പോഴാണ് മണ്ണിന് ഉറപ്പില്ലാതെ ഉരുൾപൊട്ടലും അതുപോലും ഉണ്ടാകും. മണ്ണിനെ സംരക്ഷിക്കുന്ന, മരങ്ങളെ ആരാധിച്ചിരുന്ന ഇവിടുത്തെ ആദിമവാസികൾ അന്ധവിശ്വാസികളായിരുന്നില്ല. ആരാധനയിലൂടെ പ്രകൃതിയിൽ നിന്നും അവർ മനക്കരുത്ത് ആർജിക്കുകയായിരുന്നു. അപരിഷ്കൃതരെന്നോ പ്രാകൃതരെന്നോ വിശേഷിപ്പിച്ച് അകറ്റി നിർത്തിയ ഈ ജനതയിൽ നിന്നുമാണ് നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കേണ്ടത്. പ്രശസ്ത പരിസ്ഥിതി വിദഗ്ധനായ ശ്രീ മാധവ് ഗാഡ്ഗിൽ ഇവരുടെ പ്രാധാന്യത്തെക്കുറിച്ച് റിപ്പോർട്ടിൽ ഇങ്ങനെ പരാമർശിക്കുന്നു. ഏതു ഗ്രാമത്തിൽ നിലവിൽ വരുന്ന ഏതു പദ്ധതികളെപ്പറ്റിയും തീരുമാനമെടുക്കേണ്ടത് ആ ഗ്രാമത്തിലെ ജനങ്ങളാവണം. കാരണം ഗ്രാമവാസികളായ കർഷകരും മുക്കുവരും ആദിമവാസികളുമാണ് പ്രകൃതിയെ പരിപാലിക്കുന്നവരും സംരക്ഷിക്കുന്നവരും. അവർക്കാണ് പ്രകൃതിയുടെ മൂല്യവും എങ്ങനെ സംരക്ഷിക്കണമെന്നും അറിയുന്നത്. സ്വാർത്ഥതയോടെ പ്രകൃതിയെ ഇനിയും ചൂഷണം ചെയ്താൽ
ഭൂമിയുടെ ചരിത്രത്തിൽ ദിനോസറുകളെപ്പോലെ നാം മനുഷ്യരും നാമം മാത്രമായി തീരും. നിർത്തൂ ഈ സാഡിസം. ക്രിയാത്മകമായി ചിന്തിക്കൂ. നിങ്ങളെ എന്നും ഓർമ്മിക്കുന്നതിനായി ഈ ഭൂമുഖത്തൊരു തൈ നടൂ. കാലമേറെ കഴിയുമ്പോൾ ആ തൈകൾ വൻമരങ്ങളായി വഴിയോരത്ത് തണൽ വിരിച്ച് വരും തലമുറകളെയും കാത്തു നിൽപ്പുണ്ടാകും. മരങ്ങളിലൂടെ അമരനാകൂ. വെറുതെ സുഹൃത്തുക്കൾക്കൊപ്പം ഈ തണലടഞ്ഞിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ബാല്യകാലത്തെക്കുറിച്ച് ഓർമ്മിക്കും. മുറ്റത്തെ പ്ലാവിൻ ചുവട്ടിൽ ചങ്ങാതിമാർക്കൊപ്പം ഇരുന്ന് കുരുന്നു കൈകൾ കൊണ്ട് കുതിരയെ മെനഞ്ഞ് ലോകം ചുറ്റുന്നതായി സ്വപ്നം കാണുമായിരുന്നു. ഇന്ന് ആ മരമില്ല, കൂടെയുണ്ടായിരുന്ന ചങ്ങാതിമാരുമില്ല. ശേഷിക്കുന്നത് ഈ തണൽ മാത്രം. കാലഗതിയിലകപ്പെട്ട് അവ്യക്തമായ ഭാവിയിലേക്ക് കുതിക്കുന്ന നമുക്ക് ഈ തണലുകൾ ഓർമ്മയുടെ നാഴികക്കല്ലുകൾ. ഋതുഭേദങ്ങളുടെ മായക്കാഴ്ചകളിലൂടെ ആടി ഉലഞ്ഞു പോകെ നമുക്ക് ഈ സൗഭാഗ്യമേകിയ പൂർവികരെ നമ്മൾ ഓർമ്മിക്കാറില്ല. അവരോടുള്ള നന്ദികേടിന് ക്ഷമാപണമായി വരും തലമുറയ്ക്കായി മണ്ണിനെ, വായുവിനെ, ജലത്തിനെ സംശുദ്ധമായി പരിരക്ഷിക്കുന്ന മരങ്ങളാൽ ഈ ഭൂമിയെ ഹരിതാപമാക്കാം. തൈകളെ നട്ടുനനച്ച്, സഹജീവികളെ പരിലാളിച്ച്, വൃക്ഷങ്ങളെ സൗഹൃദത്തോടെ തലോടി കടന്നുപോകുന്ന നമ്മൾ. ഓർമ്മകൾ, മരങ്ങൾ.